കൂടുതൽ ആൾക്കാരുടെ ഒരു ചിന്ത എന്ന് പറയുന്നത് ഡോപ്പമിൻ എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആണ് എന്നുള്ള രീതിയിലാണ്. അല്ലെങ്കിൽ ഡോപ്പമിനെ കുറിച്ച് ചിന്തിക്കുകയല്ല ഒരു കാര്യം ചെയ്യുമ്പോൾ. ഞാൻ എൻ്റെ ഡോപ്പമിൻ ഡീറ്റോക്സ് വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഡോപ്പമിൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മൾ ഡോപ്പമിൻ റിലീസ് ചെയ്യുന്ന ആ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് ഒരു ലെമൺ പോലെയാണ്. അതായത് അതിനൊരു ലിമിറ്റ് ഉണ്ട്. എത്രത്തോളം ഒരു ലെമൺ നമുക്ക് ജ്യൂസ് സ്ക്വീസ് ചെയ്യാൻ പറ്റും, അതിനൊരു ലിമിറ്റ് ഉണ്ട്. അതുപോലെ തന്നെയാണ് നമ്മളെ ബോഡിയിൽ റെഡിലി അവൈലബിൾ ആയിട്ടുള്ള, അതായത് ഇപ്പോൾ ഡോപ്പമിൻ്റെ സൈക്കിൾ ഇപ്പോൾ ഓരോ വട്ടം ഇങ്ങനെ റീസെറ്റായി ഫില്ലായി വരുന്നുണ്ടാവും. പക്ഷേ എന്താ പറയുക, നമ്മളെ ബോഡിയിലേക്ക് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡിലി അവൈലബിൾ ആയിട്ടുള്ള ഡോപ്പമിന് ഒരു ലിമിറ്റ് ഉണ്ട്. അതെപ്പോഴാണ് മെയിനായിട്ട് റിലീസ് ചെയ്യുക? നമ്മളൊരു റിവാർഡ് കിട്ടുന്നതിനെക്കാട്ടും കൂടുതൽ റിവാർഡിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ, ആൻറ്റിസിപ്പേറ്റ് ചെയ്യുമ്പോൾ, നമ്മൾ ആ ഒരു ഗോളിനെ കുറിച്ച് ഇപ്പോൾ ചിന്തിക്കുമ്പോൾ, ആ ഒരു ടൈമിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ വരിക. അപ്പോൾ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡിലി അവൈലബിൾ ആയിട്ട് ഡോപ്പമിൻ ഉണ്ടാവും. പക്ഷേ നമ്മൾ ഹെവി ഡോപ്പമിൻ ഹിറ്റിംഗ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിൽ എൻഗേജ് ചെയ്യുമ്പോൾ, അതായത് പോണ് അല്ലെങ്കിൽ എക്സ്ട്രീംലി പ്രോസസ്ഡ് ഫുഡ്, ഷുഗറി സാധനങ്ങൾ അല്ലെങ്കിൽ സ്ക്രോളിങ്, ഭയങ്കര രീതിയിൽ ഡോപ്പമിൻ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ ചെയ്യുമ്പോൾ ഈ സംഭവങ്ങളൊക്കെ സൂപ്പർ നോർമൽ സ്റ്റിമുലിയാണ്. അതായത് നമുക്ക് നേച്ചറിൽ നിന്ന് കിട്ടുന്ന ഡോപ്പമിൻ ഉണ്ട്. നമുക്ക് സൺലൈറ്റിൽ നിന്നും നമ്മളോട് ആൾക്കാരോട് ഇൻട്രാക്ട് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യുമ്പോഴും, അതായത് നമ്മൾ വെച്ച ഗോള് ചെയ്യുമ്പോഴും അപ്പോഴൊക്കെ നമുക്ക് നാച്ചുറലി കിട്ടുന്ന ഡോപ്പമിൻ ഉണ്ട്. പക്ഷെ അതിനൊന്നും ഇത്ര ഹ്യൂജ് സ്പൈക്ക് വരില്ല. ഇത് നമ്മളെ റിവാർഡ് സിസ്റ്റം, നമ്മളെ ബ്രെയിനിൻ്റെ ഉള്ളിലുള്ള മെക്കാനിസം ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് ഉണ്ടാക്കുന്ന സൂപ്പർ നോർമൽ സ്റ്റിമുലി, നമ്മളെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്ത് എഞ്ചിനീയർ ചെയ്ത് വെച്ചിട്ടുള്ള സൂപ്പർ നോർമൽ സ്റ്റിമുലീസ് ചെയ്യുമ്പോഴാണ് അത്രയും വലിയ ഹെവി ഡോപ്പമിൻ ഹിറ്റുകൾ കിട്ടുക.